എന്നെപ്പോലെ ഇപ്പോഴും ഇതുപോലെ കാർഡ്സൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനും മറ്റുള്ളവർ ഇന്ന് റിസീവ് ചെയ്യാനും ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നമ്മുടെ നാട്ടിൽ ഈ ഒരു സംവിധാനം ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ എല്ലാ ഒക്കേഷൻസിനും ഈവൻസിനും പറ്റിയ കാർഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. വെഡ്ഡിങ് ഡേ, എൻഗേജ്മെൻറ്റ്, ഈവൻ സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകുമ്പോഴത്തേന്, പിന്നെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ, അങ്ങനെ എന്ന് വേണ്ട എല്ലാ റിലേഷൻഷിപ്പിനും പറ്റിയ ന്യൂ ബോൺ ബേബീസിന്, സിസ്റ്ററിന്, ബ്രദറിന്, ഗ്രാൻഡ് ഡാഡിന്, ഗ്രാൻഡ് മോമിന്, ഇൻലോസിന്, അങ്ങനെ എല്ലാത്തിനും പറ്റിയ കാർഡ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കാർഡ് സെക്ഷനിൽ നോക്കിയാൽ തന്നെ എല്ലാ ഒക്കേഷൻസിലുള്ളതും നമുക്ക് കിട്ടും. ഇവിടുത്തെ ആളുകൾ അതിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ബൈ പോസ്റ്റ് തന്നെ അയച്ചും കൊടുക്കാറുണ്ട്. എനിക്ക് ഇത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലല്ലോ. പിന്നെ ഇവിടെ ആയതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ മോൻ അതൊരു മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് അവനും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുമായിരിക്കും. പക്ഷെ ഞാൻ അവന് പറഞ്ഞു കൊടുക്കും, ഞങ്ങളിതുപോലെ ആഗ്രഹിച്ചിരുന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതും അവർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കുന്നതും ഒക്കെ ഞാൻ എൻ്റെ മോന് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾ പഴയ സ്ഥലത്ത് നിന്ന് മാറി ഇങ്ങോട്ട് വന്നല്ലോ, ഇപ്പോൾ 1 വർഷമായി. അപ്പം എൻ്റെ കൂട്ടുകാരുടെ കുട്ടികളൊക്കെ എൻ്റെ മോൻ്റെയും ഫ്രണ്ട്സാണ്. അപ്പോൾ അവർക്ക് ദൂരത്തേക്ക് നമുക്കൊരു സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് ആൻഡ് പോസ്റ്റ് വഴി തന്നെ അയച്ചു കൊടുക്കാമെന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പം അവനും അത് ഹാപ്പിയായി. അപ്പോൾ കുറച്ച് സമയം അവനെ അതിൽ ഇൻട്രാക്ട് ചെയ്തിരുത്തിയപ്പം അവൻ അതിന് വേണ്ടി ആ ടൈം സ്പെൻഡ് ചെയ്തപ്പം അത് അയക്കാൻ വേണ്ടി ഞാൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയപ്പം അത് ഞങ്ങൾക്കും അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു സമയം ഞങ്ങൾക്കും സന്തോഷം തന്നു. പിന്നെ അവർ കിട്ടിയിട്ട് അവരുടെ കോളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവർക്കത് ഇഷ്ടപ്പെട്ടോ, അവർ ഹാപ്പി ആയോ, സർപ്രൈസ്ഡ് ആയോ. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല, സർപ്രൈസ്ഡായി. കാരണം കുറച്ച് നല്ല ദൂരമുള്ള കൗണ്ടിയിൽ നിന്നൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് അവിടെയുണ്ട്, അവരുടെ കുട്ടികളും ഇടയ്ക്ക് ഇവിടെ നിൽക്കാൻ വരുമ്പോൾ അക്കുമായിട്ട് നല്ല കൂട്ടാണ്. എൻ്റെ മോൾക്കും കുറച്ച് നേരം ഒരു ആക്ടിവിറ്റി ആയി കേട്ടോ. വാഷി ടേപ്പൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആൾ. പഠനങ്ങൾ പോലും തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളിൽ നിന്ന് ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ളൊരു കാർഡ് ലഭിക്കുമ്പം ശരിക്കും ഒരു ഒറ്റപ്പെടലും വിഷാദവും ഒക്കെ അത് കുറയ്ക്കുന്ന പഠനങ്ങൾ പോലും തെളിയിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ആ ഒരു കൈയക്ഷരത്തിൽ അവർ നമുക്ക് വേണ്ടി എഴുതിയ വാക്കുകൾ അത് ഒറ്റയ്ക്കിരുന്നത് വായിക്കുമ്പം അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ആ സമയം, നമുക്ക് വേണ്ടി എഴുതിയ ആ സ്പെഷ്യൽ വേർഡ്സിലുള്ള മാജിക്, ഇതൊക്കെ പരസ്പരം ഒരു നല്ലൊരു ബോണ്ടും അഫെക്ഷനും നല്ലൊരു റിലേഷൻഷിപ്പും നമ്മുടെ മനസ്സിൽ ഉണർത്താൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അതൊന്നും ഒരിക്കലും നമ്മുടെ സോഷ്യൽ മീഡിയാസിലെ ഇലക്ട്രോണിക് മെസ്സേജസിന് ഈക്വൽ ആവത്തില്ല. അതെപ്പോഴും എല്ലാവരും സിംപിളി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. ഫോൺ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു മെസ്സേജ് അയക്കുന്നതിന് അധികം സമയവും വേണ്ട. പഠനങ്ങൾ പോലും പറയുന്ന അങ്ങനെയാണ് കേട്ടോ. ഒരു സ്വതന്ത്ര ശാസ്ത്രശാഖയായിട്ടൊരു കമ്പനി മൈൻഡ് ലാബ് ലബോറട്ടറി അവർ നടത്തിയ പഠനങ്ങളിൽ അവർ നടത്തിയത് കുറച്ച് അമ്മമാരെ എടുത്തിട്ടാണ് ആ പഠനങ്ങൾ നടത്തിയത്. ഒരു തൊപ്പിയും കുറച്ച് ഇലക്ട്രോഡ്സും ഒക്കെ ഘടിപ്പിച്ചിട്ട് അവരിങ്ങനെ കുറച്ച് ഇലക്ട്രോണിക് മെസ്സേജസും കാണിച്ചു. പിന്നെ ഇത് കണക്കുള്ള ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള അവരുടെ ഉടയവരിൽ നിന്നുള്ള മെസ്സേജസും കാർഡ്സും ഒക്കെ കാണിച്ചപ്പം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ആ വോൾട്ടേജസിന്റെ പവർ അവർ അസസ് ചെയ്യുവാണ് ആ കമ്പനി ചെയ്തത്. അതിൽ കൂടുതലായിട്ട് അമ്മമാര് ഇതിനോട് വൈകാരിക പ്രതികരണം ഉണ്ടായത് ഹാൻഡ് റിട്ടൺ മെസ്സേജസിനോടാണെന്ന് അവരുടെ പഠനങ്ങളിൽ അവർ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ നമ്മളങ്ങനെ മെസ്സേജസ് ഇങ്ങനെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി ഒരു ലെറ്ററോ കാർഡ്സോ ഒക്കെ കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പമിൻ്റെ ലെവൽ അത് ഇൻക്രീസ് ചെയ്യും. അതായത് എഴുതുന്ന ആളിലും ആ കാർഡ് സ്വീകരിക്കുന്ന ആളിലും ഒരേപോലെ ഇത് കണക്ക് ഡോപ്പമിൻ ലെവൽ ഇൻക്രീസ് ആവും എന്നുള്ളതും പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ആർക്കും ഫോൺ ഉപയോഗിക്കാനും ഇമെയിൽ ഉപയോഗിക്കാനും അയക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ പണ്ടത്തെ കാലത്തിലെ പോലെ ഇത് കണക്കുള്ള അഫെക്ഷൻസും റിലേഷൻഷിപ്പും ഒക്കെ നമ്മൾ കുറഞ്ഞു പോകുന്നില്ലേ, അത് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിലൂടെ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് പണ്ടൊക്കെ ആയിരുന്നു കേട്ടോ കാർഡ്സൊക്കെ കിട്ടുന്നത്. ഇപ്പം എനിക്ക് അങ്ങനെ ആരും തരാറൊന്നുമില്ല. പക്ഷെ അങ്ങനെ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പെൻപാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് തന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു സോഷ്യൽ മീഡിയ ആപ്പ് പോലെ തന്നെ ഒരു സംഭവമാണ്. പക്ഷെ അതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നതിന്, അതായത് നമ്മൾ ചിലപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും നമ്മൾ അവരെ പരിചയപ്പെട്ടിട്ട് അവർക്കിങ്ങനെ ലെറ്റേഴ്സ് അയക്കുക. ആ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട്
കുറേ ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അവർ അത്രയും അടുപ്പമായി കഴിയുമ്പോൾ വേണമെങ്കിൽ അവർക്ക് പോയി പരസ്പരം മീറ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാൻ ഒരു പാടല്ലേ, നമുക്ക് പറ്റിയൊരു പെൺപാലിനെ കണ്ടുപിടിക്കാൻ അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഇതുവരെ ഞാൻ അതിൽ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ എൻ്റെ മോനെ കൊണ്ട് ഞങ്ങളൊരു 6-7 കാർഡ് എടുത്തായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ പഴയ സ്ഥലത്തായിരുന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ്, അതായത് ഞങ്ങളുടെ തന്നെ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും തന്നെ ഫ്രണ്ട്സാണ്. അവരുടെ കുട്ടികൾ ഇവരൊരുമിച്ച് കൂടുമ്പം അങ്ങനെ കളിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ അവർ ഫ്രണ്ട്സായി. അപ്പം ആ ഒരു അഫെക്ഷൻ, ആ ഒരു ബോണ്ട് നിലനിർത്താലോ, അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു, അത് നമ്മുടെ കുട്ടികൾ അതൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ലാസ്റ്റ് ഇയർ ഞാൻ ഇതണക്ക് കാർഡ്സ് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അതായത് ഇവരുടെ സ്കൂളിൽ നിന്ന് ഈ കുട്ടികളെ കൊണ്ട് തന്നെ നല്ലൊരു പടം വരപ്പിച്ചിട്ട് അതവർ സെലക്ട്, ആ പടം തന്നെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രിന്റ് ചെയ്ത് തരും. നമുക്ക് എത്ര പ്രിന്റ്സ് വേണോ അത്രയും പ്രിന്റ് പൈസ കൊടുത്ത് മേടിക്കാം. അത് സ്കൂളിന്റെ ഒരു ഫണ്ട് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ എന്താ, നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്ത നമ്മൾ തന്നെ വരച്ച പടം കാർഡായിട്ട് കിട്ടും. അതെന്റെ ഫ്ലിപ്പ് ത്രൂവിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്കൂളിൽ ചെയ്ത ക്രിസ്മസ് കാർഡാണെന്ന് പറഞ്ഞു. അത് ഞാൻ കുറച്ച് പ്രിന്റ് മേടിച്ച് വെച്ചായിരുന്നു ലാസ്റ്റ് ഇയർ അയക്കാൻ വേണ്ടി. പക്ഷെ എൻ്റെ പപ്പ പോയിട്ട് 2 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾക്ക് അങ്ങനെ ക്രിസ്മസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആ കാർഡ്സൊക്കെ നമ്മൾ വെച്ചിരുന്നിട്ട് ഞാൻ ഒരെണ്ണം മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ ഡിസ്കാർഡ് ചെയ്തു കേട്ടോ. ഒരെണ്ണം ഒരു മെമ്മറിക്കായിട്ട് വെച്ചിട്ട്. അപ്പം ഈ വർഷം എന്തായാലും നമ്മൾ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഇതൊന്ന് അയക്കാമെന്ന് വിചാരിച്ചു. ഇത് ഡിസംബർ 11-നാണ് കേട്ടോ ഞങ്ങൾ എടുത്ത് ഇതെല്ലാം അന്ന് തന്നെ ഞാനും അക്കും കൂടെ പോയി പോസ്റ്റ് ചെയ്തു. ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്നതും അത് ഞങ്ങളുടെ ആ ഒരു ദിവസം തന്നെ അത് വേറൊരു ഹാപ്പിനെസ് കൊണ്ടുവന്നു തന്നു കേട്ടോ. ഈ കാർഡ് അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ഫാമിലീസ് ഞങ്ങൾക്കും തിരിച്ച് കാർഡ് തന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്കും അത് സന്തോഷമായി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റി. അതുകൊണ്ടാണല്ലോ അവർക്കും തിരിച്ചത് തരണമെന്ന് തോന്നിയത്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും എനിക്ക് റിപ്ലൈ തന്നായിരുന്നു. എനിവേ, എനിക്കും അക്കൂനും മോൾക്കും അന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു. ഞങ്ങളിത് അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ, അതായത് ഞങ്ങളുടെ ഈ എസ്റ്റേറ്റിൽ ഏതോ 60-65 വീടുകളുണ്ട്. അപ്പം അതിൽ ഏകദേശം എൻട്രൻസിലോട്ട് തന്നെയാണ് ഞങ്ങളുടെ വീട് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഈ കോമ്പൗണ്ടിൻ്റെ ഫ്രണ്ടിലത്തെ റോഡിൽ, ആ റോഡ് സൈഡിൽ തന്നെയാണ് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ് വരുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ അവിടെ പോസ്റ്റ് ഓഫീസിലോട്ട് പോയി ഈ സാധനങ്ങളെല്ലാം അയച്ചു. 8 കാർഡുകളുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഹൗസിൽ നമ്മൾ പേഷ്യൻസ് എന്ന് പറയത്തില്ല, ലോങ് ടേം കെയറിൽ റെസിഡൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ 4 റെസിഡൻസാണ് ഉള്ളത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി സർവീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന്. അതിലൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ ബർത്ത്ഡേ 9th മെയ് ആണ് കേട്ടോ. അപ്പം എല്ലാ ദിവസവും പറയും ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. എന്നെ വിളിക്കുന്നത് എല്ലാവരുടെയും പേരിങ്ങനെ മാറി തിരിഞ്ഞൊക്കെയാണ് വിളിക്കുന്നത്. ആരെയും അവരുടെ യഥാർത്ഥ പേരിൽ വിളിക്കാറില്ല. അപ്പം എന്നെ വിളിക്കുന്ന ഐറിസ് എന്നാണേ. അപ്പം എന്നെ കാണുമ്പോഴെല്ലാം പറയും ഐറിസ് ടുഡേസ് മൈ ബർത്ത്ഡേ എന്ന് പറയുവേ. അപ്പം ഞാൻ ചോദിക്കും ഇന്നപ്പോൾ 9th മെയ് ആണോ? അപ്പോൾ പുള്ളിക്കാരിക്ക് എന്ന് 9th മെയ്യാ. പക്ഷേ ആകെ മാറ്റി പറയുന്നൊരു സമയം എന്ന് വെച്ചാൽ ക്രിസ്മസ് ആകുമ്പോഴത്തേന് ആ ഡെക്കറേഷൻസ് ഒക്കെ കാണുമ്പം ക്രിസ്മസ് ആയി എന്ന് പറയും. അന്നേരം ബർത്ത്ഡേയുടെ കാര്യം മറന്നു. അപ്പം എപ്പോഴും പറയും ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, വിൽ യു ബ്രിങ് എ കാർഡ് എന്ന് ചോദിക്കും എൻ്റെ അടുത്ത്. എല്ലാവരോടും ചോദിക്കും അത്. അപ്പം ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് കാർഡ് ചോദിക്കും. അപ്പം ഈ സമയത്ത് തന്നെ ഞാൻ അവർക്കും 4 പേർക്കും ക്രിസ്മസ് കാർഡൊക്കെ എഴുതി ഞാൻ കൊണ്ടുപോയി കൊടുത്തു. 2 പേർക്ക് ഇങ്ങനെ കാർഡൊക്കെ കാണാനും കിട്ടാനും ഒക്കെ വായിക്കാനൊക്കെ ഇഷ്ടമാണ് ആ കൂട്ടത്തിൽ. മറ്റു 2 പേര് ഒട്ടും മൊബൈലല്ല, അവർക്ക് സംസാരിക്കാനും കൺവേ ചെയ്യാനും അങ്ങനെ അറിയത്തില്ല. അവർ ചെറിയ സൗണ്ടുകൾ വെച്ചിട്ട് അവരുടെ ഡെയിലി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മേടിക്കുകയുള്ളൂ. അപ്പം മറ്റേ ഈ പറഞ്ഞ അമ്മച്ചിയും അടുത്തൊരു അമ്മച്ചിയും നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ കാർഡ് ഇഷ്ടപ്പെട്ടു, എനിക്കതും ഹാപ്പിയായി. പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട്സിനൊന്നും ഞാൻ അങ്ങനെ കാർഡൊന്നും കൊടുത്തില്ല. അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികൾക്ക് തന്നെയാണല്ലോ അക്കുവിൻ്റെ പേരിൽ നമ്മൾ കാർഡ് അയക്കുന്നത്. അപ്പോൾ അവർ ഓൾറെഡി അതിൽ ഹാപ്പിയാണ്. ഞാനത് അയച്ചു. ഇതേണ്ട നമ്മുടെ പോസ്റ്റ് ഓഫീസ് എത്തി. ഇതാണ് ഈ സ്പാറിനകത്ത് തന്നെയാണ് പോസ്റ്റ് ഓഫീസ്. അപ്പം എപ്പോഴും ഞാനിവിടെ വരുമ്പോൾ അക്കുവിനും എന്തെങ്കിലുമൊക്കെ മേടിക്കണം, എന്തെങ്കിലും വാങ്ങി കഴിക്കണം. അക്കുവിനോട് പറഞ്ഞു മമ്മി എനിക്ക് ഹങ്കി ഡോർസ് ഒക്കെ വാങ്ങിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നീ വീഡിയോ എടുക്കും മമ്മി, ഇത് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ, അപ്പം ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഇവിടെ കൊണ്ടുവന്ന് അതെല്ലാം അയച്ചു. അത് കഴിഞ്ഞിട്ട് അക്കു പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തു.
വാങ്ങിക്കൊടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇന്ന് വൈകിട്ട് അക്കുവിൻ്റെ സ്കൂളിലെ ക്രിസ്മസ് കരോളാണേ. അവരുടെ ക്വയർ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീടിനടുത്ത്, ഇവരുടെ സ്കൂളിന് തൊട്ടടുത്ത് അവിടെ തന്നെ ചർച്ചുണ്ട്. ചർച്ചിൻ്റെ സ്കൂളാണല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇവരുടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ കരോളിന് നമ്മൾ പോകാൻ പോവാണ്. സിയനെയൊക്കെ റെഡിയാക്കി നമ്മൾ കൊണ്ടുപോകാൻ പോവാണ്. പിന്നെ മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് മൂഡായിരുന്നു കേട്ടോ. ശരിക്കും അക്കുവിന് ഇന്ന് ഐറിഷ് ഡിന്നർ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി പോയിട്ട് വേണം ഞങ്ങൾക്ക് അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് കരോളിന് പോകാൻ വേണ്ടിയിട്ട്. സിയയ്ക്കാണെങ്കിൽ വീട്ടിലിരുന്നിരുന്ന ബോറാണേ. നമ്മൾ ആരെങ്കിലും ഡോർ തുറന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അപ്പം പുറത്ത് വേണം. ഈ സ്ട്രോളറിൽ ഇങ്ങനെ ഇരുത്തി എത്ര ദൂരം നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോയാലും ആള് ഹാപ്പിയാണ്. അപ്പം ഇന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ കിട്ടിയ അവസരത്തിൽ ആള് ഹാപ്പിയാണ്. ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് അക്കുനോട് പറയാണ് ഇനിയിപ്പോൾ ഒന്ന് അതിലേക്കൂടൊക്കെ ഒന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങൾ മുഴുവൻ അലമ്പാക്കും. അതുകൊണ്ട് ഞാൻ ആ ഒരു സാഹസികതയ്ക്ക് മുതിർന്നില്ല. പിന്നെ അക്കു പറഞ്ഞ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ പഴയ കാലങ്ങളിലോട്ടൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഇനി ആഗ്രഹം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു വട്ടം ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെ, നിങ്ങളുടെ പഴയ കാലത്തെ ഗ്യാങ്ങിനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർക്കൊക്കെ ഒരു ക്രിസ്മസ് കാർഡ് സർപ്രൈസ് ആയിട്ടൊക്കെ ഒന്ന് അയച്ചു നോക്കൂ. ചിലപ്പം കുറച്ച് നാളായിട്ട് അകൽച്ചയിലിരിക്കുന്ന ബന്ധങ്ങൾ പോലും ഒരു കൂടുതലായിട്ടൊരു ദൃഢത വരാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കും ഒരു പഴയ ഒരു ഓർമ്മകളിലൂടെയൊക്കെ കടന്നു പോകാൻ പറ്റും. നല്ലൊരു സന്തോഷം തോന്നും, കിട്ടുന്ന ആൾക്കും അതൊരു സന്തോഷം തോന്നും. അപ്പം നിങ്ങളും അതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ചെയ്യുമ്പോഴായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വരുന്ന വലിയ വലിയ സന്തോഷം എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കുട്ടികളുടെ അടുത്തും നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലാഞ്ഞിരുന്നത്, ഇത് കണക്കുള്ള സ്ക്രീനൊന്നും ഇല്ലാതിരുന്നത് എന്ത് നന്നായി പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴും. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറേനെ ഇത് എന്തുമാത്രം നശിപ്പിക്കുന്നുണ്ട്. അവരൊരു ഫോണിനകത്ത്, ആ ഒരു അറേഞ്ച് വരുന്ന ഒരു ഫോണിനകത്ത് അവരിങ്ങനെ അവരുടെ ലോകം മുഴുവൻ അതിനകത്ത് ഇങ്ങനെ ചുരുങ്ങി പോവുക. അവർക്ക് പുറത്തു പോകാനോ ഫിസിക്കലി ഓടിച്ചാടി കളിക്കാനോ നമ്മൾ കളിക്കുന്ന കളികളൊക്കെ എന്തൊക്കെയാണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ അക്കുവിനെ ഇരുത്തി അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ, നമ്മൾ എൻജോയ് ചെയ്തിരുന്ന കാലമൊക്കെ പിള്ളേരും അറിയണമെന്ന് വിചാരിച്ച് ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, അത് കാണിച്ചു കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടതേ ഞങ്ങൾ ഈവനിങ്ങിൽ അക്കുവിൻ്റെ സ്കൂളിലെ കരോളിന് പോയതാണ്. ചർച്ചിൽ വെച്ചിട്ട് കുറേ പാട്ടുകളുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇതൊന്ന് അറ്റാച്ച് ചെയ്തേ. എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ അത് ഷെയ്ക്കാവുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. കാരണം സിയ സ്ട്രോളറിലിരിക്കാണ്ട് എൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കാരണം എനിക്കും കൂടെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സോറി. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു 4-5 സോങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെ ഇങ്ങനെ നേരത്തെ തന്നെ അവർ ഒരു മാസം മുമ്പേ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട്. അക്കു ഇപ്പോൾ 4th പഠിക്കുന്നത്. അക്കുവിൻ്റെ ക്ലാസ്സിൽ നിന്നും ഉണ്ടായിരുന്ന സോങ്സ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് നന്നായിട്ട് കുട്ടികളെ ആക്ഷൻ സോങ് പോലെയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ഡാൻസ് സ്റ്റെപ്സും പാട്ടുമായിട്ട് മിക്സ് ചെയ്ത് രസമുണ്ടായിരുന്നു. എല്ലാ വർഷവും ഉണ്ട് കേട്ടോ ഇത്. അപ്പം എല്ലാ വർഷവും ഞാൻ പോകാറുണ്ട് അക്കുവിനെ സ്കൂളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളതേ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ വെറുതെ ഇങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ സ്ട്രീറ്റ്സൊക്കെ ഫുള്ള് ലൈറ്റ്സും ഇതൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു നല്ല ഭംഗിയാക്കി വെക്കും കേട്ടോ. ഇവിടെ അങ്ങനെയാണ്, അത് കാണാൻ തന്നെ നല്ല രസമാണ്. ആ ഒരു സമയം വരുമ്പോൾ തന്നെ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ വരുമ്പോഴും ഒക്കെ നമ്മുടെ ലൈറ്റ്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, ക്രിസ്മസ് ഇങ്ങ് അടുത്തു. ക്രിസ്മസ് ആ ഒരു ദിവസം കൊണ്ട് വേഗം കഴിഞ്ഞു പോകും. പക്ഷെ അതിന് മുന്നേ ഒരു നവംബർ എൻഡ് ആകുമ്പോഴേ അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മൾ ആ ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒന്നും അങ്ങനെ ഒരു ദിവസം കൊണ്ട് കഴിയുന്നതല്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പല പല ദിവസങ്ങളിലായിട്ടായിരിക്കും വരുന്നത്. 25th കാണും ഗസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടും ചിലപ്പോൾ അതിന് മുന്നേയും, ഇപ്പം കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഘോഷങ്ങൾ. ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ഇവിടെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയാണ്, നമ്മുടെ അപ്പനും അമ്മയും സഹോദരങ്ങളൊന്നും നമ്മുടെ അടുത്തില്ലല്ലോ. അപ്പം നമ്മളിങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ എത്രയൊക്കെ നമ്മൾ ആഡംബരങ്ങളും എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ പഴയ കാലം, അന്ന് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ക്രിസ്മസും ക്രിസ്മസ് വെക്കേഷനും അതൊക്കെ ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ.